അറിയില്ല. എല്ലാവർക്കും മനസ്സിലായോ? കടുകുമണി നമുക്കറിയാം. എന്നാൽ കടുകുമണി വൃക്ഷമാകുന്ന കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എഴുതിയപ്പോൾ അത് കർത്താവ് അതിശയോക്തി പറഞ്ഞു എന്നൊക്കെ എഴുതിയിരിക്കുന്നു. കർത്താവ് അതിശയോക്തി പറഞ്ഞിട്ടില്ല, പണ്ഡിതന്മാരെ തിരക്കിയില്ലെന്ന് മാത്രം. 9 വലിയ ഡിക്ഷണറികളിൽ കടുകുമണി വൃക്ഷമാകുന്നതിനെ കുറിച്ചുണ്ട്. 3 തരം കടുകുമണിയാണ് ഇന്നുള്ളത്. 4 തരം ഉണ്ടായിരുന്നു, അതിലൊരു തരം നഷ്ടപ്പെട്ടു. ആ സിനാപ്പി നിഗ്ര, സിനാപ്പി അൽബ, സിനാപ്പി അറസോട്ട എന്ന് പറയുന്ന 3 തരം കടുകുമണിയാണ്. അതിലൊരു കടുകുമണി 20 അടി ഉയരം വരുന്ന വൃക്ഷമാണ്. ആ വിവരം നമ്മുടെ പണ്ഡിതന്മാർക്ക് ലഭിക്കാത്തതുകൊണ്ട് യേശു അതിശയോക്തി പറയുന്ന പറയുന്നത്. യേശുവിന് അതിശയോക്തി പറയുന്ന പ്രശ്നം ഇല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ പരിധി നോക്കാതെ കണ്ടെത്താതെ ഇരിക്കുന്നത് കൊണ്ട് കുറ്റപ്പെടുത്തുന്നത് യേശുവിനെയാണ്. യേശുവിന്റെ മേലെ കുറ്റം ചാരുന്നത്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത്. നിങ്ങൾ തിരുവെഴുത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, തിരുവെഴുത്ത് ഒരു തെറ്റുമില്ലാത്തതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കുഞ്ഞു ഉപദേശിയാണ് ഞാൻ. തിരുവെഴുത്ത് ഒരു തെറ്റുമില്ലാത്തതാണ്, ഒറ്റ തെറ്റ് പോലും ഇല്ലാത്തതാണ്. കാരണം അത് മഹാരാജാവിന്റെ പുസ്തകമാണെന്ന് ഓർക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. എനിക്ക് പാടാൻ നല്ല സൗണ്ട് ഇല്ല, ഞാൻ പാട്ടുകാരനുമല്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടും, ഇടയ്ക്ക് പാട്ട് എഴുതുകയും ചെയ്യും. ഇന്ന് ഞാൻ കർത്താവദാസൻ ഷാജിക്ക് ഒരു പാട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട്. അത് നിങ്ങൾക്ക് തരും അദ്ദേഹം തന്നെ പാടിയാണെങ്കിൽ. നമ്മുടെ പാട്ടുകാരനുണ്ടല്ലോ അജി ജോസഫ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഞാൻ കാട്ടാക്കട വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ. പ്രീസിലോ നേരിൽ കണ്ടപ്പോഴാണ് ആളെ മനസ്സിലായത്. എന്നാൽ കർത്താവദാസൻ ഷാജി പറഞ്ഞപ്പോൾ എനിക്ക് ആളെ പിടികിട്ടിയില്ല. നമുക്ക് ഒന്നിച്ച് തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം എല്ലാവരും വായിച്ചാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയ്യേറിയവനുമാകുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. He that descended is the same also that ascended up far above all heavens. മലയാളത്തിൽ അങ്ങനെയല്ല. Above all heavens that he might fill all things. എല്ലാ സ്വർഗങ്ങൾക്കും മീതെ ഒരു സ്വർഗമുണ്ടോ? ആമേൻ. അപ്പൊ യേശുക്രിസ്തു കയറിപ്പോയത് എവിടെ എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ തൽക്കാലം പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എഴുതിയ യെശയ്യാ പുസ്തകത്തിന്റെ ഒരു കമന്ററി ഉണ്ട്. 704 പേജാണ്, ഫുൾ കമന്ററിയാണ് അത്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കണമെങ്കിൽ 650 രൂപയ്ക്ക് അത് ലഭിക്കും. റെനീഷ് മാത്യു നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അയക്കുന്ന പൈസ 70 രൂപയാണ്. 1000 രൂപയ്ക്കാണ് ആ പുസ്തകം വിൽക്കുന്നത്. ഒരു സഹോദരൻ നിമിത്തം പൈസ കുറഞ്ഞവർക്ക് വേണ്ടി അദ്ദേഹം ആ പൈസ മുടക്കിക്കോളാമെന്ന് പറഞ്ഞു. ആ പുസ്തകം വിൽക്കുന്ന പൈസ മുഴുവനും സുവിശേഷ വേലയിൽ കാല് നഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആ പണം മുഴുവൻ ചെലവഴിക്കുന്നത്. 16 വർഷത്തെ ഗവേഷണമാണ്. അതിന് 1 രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞാനും എഴുതി ടൈപ്പ് ചെയ്ത ബിന്ദുമോളും എഡിറ്റ് ചെയ്ത റെനീഷും ഞങ്ങൾ 3 പേരും എടുക്കുന്നില്ല. അത് മുഴുവൻ കർത്താവിന്റെ വേലയിൽ കഷ്ടപ്പെടുന്ന ഈ മക്കൾക്കുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാജി പാസ്റ്ററെ സമീപിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഷാജി പാസ്റ്ററോട് പറഞ്ഞോളാം. തിരുവഴുത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. 3 ഗ്രൂപ്പ് സ്വർഗങ്ങളാണ് ബൈബിൾ പറയുന്നത്. 3 ഗ്രൂപ്പ് സ്വർഗങ്ങളാണ്. അതിലൊന്ന് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ വാക്യസഹിതം ഞാൻ എന്റെ കമന്ററിയിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേത് സൃഷ്ടിക്കപ്പെട്ട എന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അസീത്ത നിർമ്മിക്കപ്പെട്ട സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഒന്ന് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ, നിർമ്മിക്ക സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. ബൈബിളിലെ വാക്യങ്ങളാണ് ഈ പറയുന്നതല്ല. 3 സൃഷ്ടിക്കുന്ന പുതിയ സ്വർഗങ്ങൾ. ആമേൻ. ഇതിൽ ഇപ്പോൾ നമ്മുടെ കർത്താവ് ചെന്നെത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? സൃഷ്ടിക്കുന്ന പുതിയ സ്വർഗങ്ങളല്ല. ആമേൻ. സൃഷ്ടിക്കുന്ന പുതിയ സ്വർഗങ്ങളല്ല. പിന്നെ നിർമ്മിച്ച സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ. പക്ഷേ എബ്രായ ഭാഷ അനുസരിച്ചും ആ എബ്രായ ഭാഷയുടെ ചില തർജ്ജമകൾ ഇംഗ്ലീഷിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് പറയുകയാണെങ്കിൽ സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും ദൈവം നിർമ്മിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും ദൈവം നിർമ്മിച്ചു.
അതിന്റെ മീതെയാണ് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാട്ടല്ലേ വരും. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. നിർമ്മിച്ച സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും, അതാണ് ഈ പ്രപഞ്ചത്തിൽ നിർമ്മിച്ച സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. അത് ക്രിയേറ്റഡ് എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ബറ എന്ന വാക്കല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്ക് ബറ അല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അസീത്ത എന്ന പദമാണ്. അപ്പൊ നിർമ്മിച്ചതാണ്. അപ്പൊ സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും ദൈവം നിർമ്മിച്ചു. ഇനി അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. അത് സൃഷ്ടിച്ചതുമല്ല, അത് നിർമ്മിച്ചതുമല്ല. ഇപ്പോൾ യേശുയിരിക്കുന്നത് അവിടെയാണ്. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഇപ്പോൾ നമ്മുടെ കർത്താവ് ഇരിക്കുന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിലാണ്. അവിടേക്കൊന്ന് പോകണം എന്ന ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അമേരിക്കയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി പേർ റെഡിയായിരിക്കും. അങ്ങനെ ഇതിപ്പോ നമ്മുടെ വർഗീസ് എം തിമോത്തി എന്ന ദേവദാസൻ പറയുകയാണ്, അമേരിക്കയിലേക്ക് ഇത്രയും പേർക്ക് 22 പേർക്കുള്ള വിസ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞാൽ 22 പേർ റെഡിയാണ്. അല്ല, പൈസയും കൂടെ അദ്ദേഹം ചെലവഴിക്കാന്ന് പറഞ്ഞാൽ അത് ഇരുത്ത് തന്നെ കണ്ടാൽ അറിയില്ല ഒരു വലിയ റിച്ച് പേഴ്സണാണെന്ന്. എനിക്കത് നന്നായി അറിയാം കേട്ടോ, തെറ്റിയിരിക്കല്ലേ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫർ അനുസരിച്ച് എല്ലാവരും റെഡിയാണ്. ഒന്ന് പോയി വരാം, ഒന്ന് കാണാമല്ലോ, നമ്മുടെ വേഡിനെയും ട്രംപിനൊക്കെ ഒന്ന് കാണാം, അമേരിക്ക ഒന്ന് കാണാം, എന്താണ് അമേരിക്ക എന്ന് അറിയണ്ടേ. എന്നാൽ കത്തിക്കരിഞ്ഞു പോകുന്ന ഭൂമിയിലെ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹത്തെക്കാൾ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ, യേശുവിന്റെ അടുക്കൽ ചെല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൈകളൊക്കെ ഒന്ന് ഉയർത്തി സന്തോഷത്തോട് ദൈവത്തോട് പറയും, ദൈവമേ ഞങ്ങൾക്ക് ആ വലിയ ആഗ്രഹമുണ്ട്, അങ്ങയെ ഒന്ന് കാണണം. നമ്മുടെ കർത്താവിനെ ഒന്ന് കാണണമെന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഒരു പാട്ടുണ്ടല്ലോ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒന്നിച്ചൊന്ന് പാടിയ രണ്ടുപേരി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. സന്തോഷത്തോടെ നമ്മുടെ കൈ ഉയർത്തി പറയാം, നാഥാ ആ വലിയ തേഴ്സ്റ്റ്, ആ വലിയ ഡിസയർ, ആ അംബിഷൻ എന്റെ അകത്ത് കാര്യമായി വാഴണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കാര്യമായി എന്റെ അകത്തൊന്ന് വാഴണം, എന്റെ നാഥനെ എനിക്കൊന്ന് കാണണം, നിയുക്ത മണവാളിനെ കാണണം, ഞങ്ങളുടെ സ്വർഗീയ പിതാവിനെ ഒന്ന് കാണണം, പരിശുദ്ധാത്മാവിനെ ഒന്ന് കാണണം, സ്വർഗങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണണം. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ ആ വരികളൊന്നും പാടല്ലേ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരാമേൻ നമുക്ക് ഒരുമിച്ച് പറയാം, ആമേൻ. ഇനി ഞാൻ ആ വാക്യത്തിലെ വലിയൊരു തിയറിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോകാം. സ്വർഗങ്ങളല്ല ഇന്നത്തെ വിഷയം, എന്നാൽ അവിടെ കയറിയതിന്റെ ലക്ഷ്യം പറയാൻ പോവുകയാണ്. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ യേശുക്രിസ്തു കയറി ഇരുന്നതിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. അപ്പൊ എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു സകല സ്വർഗങ്ങൾക്കും മീതെയുള്ള സ്വർഗത്തിൽ കയറിയിരിക്കുന്നത്? വളരെ വ്യക്തമായി എഴുതിയിരിക്കുക, ഹി മൈറ്റ് ഫിൽ ഓൾ തിങ്സ്. എല്ലാം നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് കയറിയിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചൊന്ന് പറയാം, എല്ലാം നിറയ്ക്കാൻ വേണ്ടിയാണ് കർത്താവ് കയറിയിരിക്കുന്നത്. അജി ജോസഫിന്റെ ആഗ്രഹം എന്താ? യേശുദാസിനെ പോലെ ഒന്ന് പാടണം, ജയചന്ദ്രനെ പോലെ ഒന്ന് പാടണം. മനസ്സിൽ പറയാണ്, ആ നിലയിൽ ഒന്ന് പാടണം, എന്റെ തൊണ്ട ശരിയാകണം അല്ലേ, എന്റെ ടൈമിങ്, ട്യൂണ്, ടോണ് എല്ലാം ശരിയാകണം കർത്താവെ. ദാവീദിനെ പോലെ ഞാനൊരു മധുരഗായകനായി തീരട്ടെ,
എനിക്ക് ആ നിലയിൽ നിറവ് വേണം എന്ന് ആഗ്രഹം കാണും. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായ വിവിധ നിറവിന്റെ ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ എന്ന് പറയുന്നതാണ് ചോദ്യം. ബൈബിൾ പറയുന്ന നിറവുകൾ എന്തെല്ലാം? അത് പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ബൈബിൾ പറയുന്ന നിറവുകൾ ഞങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ചിലരുടെ ഉള്ളിൽ FD ഒന്ന് നിറച്ചു കിട്ടിയാൽ എന്ന് പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇങ്ങനെ നിറഞ്ഞു വരാൻ ഇടയായ, ഇത് പറഞ്ഞപ്പോ തന്നെ ഷാജി പാഷയുടെയും അജിയുടെയും മുഖത്തൊക്കെ ഭയങ്കര സൂര്യൻ ഉദിച്ചു. ലോഹോഡ് അത് ശരിയാ. ഒത്തിരി പേരെ കണ്ടിരുന്നവര്, അവർ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. FD ഒന്ന് നിറച്ചു കിട്ടിയാൽ ഒത്തിരി പേരെ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ചെന്ന് കുടുക്കി പ്രാർത്ഥിക്കാൻ അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് സ്വർഗത്തിലെ FD നിറയ്ക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? സ്വർഗത്തിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് മത്തായി സുവിശേഷത്തിൽ കാണാം. ആ ഡെപ്പോസിറ്റ് നിറയണം എന്ന് ആഗ്രഹിക്കുന്നവർ സന്തോഷത്തോടെ നല്ലൊരു ഹല്ലേലൂയ അവർക്ക് പറഞ്ഞ് ആരാധിച്ചിട്ടുണ്ട്. ആമേൻ. ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ എന്തൊക്കെ നിറവുകൾ ഉണ്ട്, അതെന്തൊക്കെ വേണം, അതിന്റെ പുറകിൽ ദൈവത്തിന് നമ്മോട് ഇടപെടാൻ എന്തൊക്കെയുണ്ട്, നമുക്ക് ഒന്നൊന്നായി ചില ഭാഗങ്ങൾ വായിക്കാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറവുകളുണ്ട്, ദൈവം നൽകുന്ന നിറവുകൾ. മനസ്സിലാക്കണം. പെന്ററ്റുക്ക് അഥവാ പഞ്ചഗ്രന്ഥി അത് 5 പുസ്തകങ്ങളാണ്. ഈ 5 പുസ്തകങ്ങളിലെ നിറവ് ഉണ്ട്. അതുപോലെ കാവ്യ പുസ്തകങ്ങൾ 6 എണ്ണമാണ്, അതിനകത്തും നിറവ് കാണാം. പ്രവചന പുസ്തകങ്ങൾ 16 എണ്ണമുണ്ട്, അതിലും നിറവുകളുണ്ട്. സുവിശേഷങ്ങൾ നിറവുണ്ട്. അപ്പോസ്തല പ്രവൃത്തി എന്ന ചരിത്രത്തിൽ നിറവുണ്ട്. 21 ലേഖനങ്ങളിൽ നിറവുണ്ട്. നിറവ് പഠിക്കാൻ തുടങ്ങിയാൽ എന്തൊരു വലുപ്പത്തിലാ കിടക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞ് സന്തോഷിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ചൊരു ഹല്ലേലൂയ പറയാം അല്ലേ? സ്തോത്രം. നിറവ് നിറവ് നിറവ്. നമ്മുടെ കർത്താവ് കയറിയിരിക്കുന്നത് സകലത്തെയും നിറയ്ക്കേണ്ടതിന്. ആ വാക്ക് നിങ്ങൾ നോക്കിയേ. ഹി മൈറ്റ് ഫിൽ ഓൾ തിങ്സ്. എല്ലാ കാര്യങ്ങളും നിറയ്ക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതിലെ ചില ഭാഗങ്ങൾ, നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അതിനുള്ളിൽ നിന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. 5 മണിക്കൂർ തന്നാൽ തമ്പുരാൻ നിറയ്ക്കുന്നതിന്റെ ഒരു ഭാഗം പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലല്ലേ? 5 മണിക്കൂർ നമുക്ക് ഉണ്ടെങ്കിൽ തമ്പുരാൻ പറയുന്ന നിറവിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഒരു ഭാഗം. അത്രയ്ക്ക് ബൈബിളിലുണ്ട്. എന്റെ പുസ്തകത്തിലില്ല, ബൈബിളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നിറവെടുക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം നമുക്കൊന്ന് കയറാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 5 വരെ. റോസലി സിസ്റ്റർ ആണെങ്കിൽ തോന്നുന്നു വായിക്കുന്നല്ലേ? തെറ്റിക്കാതെ വായിക്കുന്നുണ്ട്. അതിന് എന്റെ വക 1,00,000 കൺഗ്രാജുലേഷൻ. ഇനി തെറ്റിക്കരുത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1 മുതൽ 5 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കും പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പം നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഈ 5 വാക്യത്തിൽ എത്ര നിറവ് നിങ്ങൾ കണ്ടു? ഇതാണ് ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ച ആളാണ് അജി ഭംഗിയായിട്ട് വിരലുകൊണ്ട് കാണിച്ചു കഴിഞ്ഞു. 2 നിറവാണ് അവിടെ കാണുക. 1 വീട് നിറയ്ക്കുക, 2 വീട്ടിലുള്ളവരെ നിറയ്ക്കുക. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ വീട് ദൈവാത്മാവിനാൽ നിറയണം, എന്റെ വീട്ടിലുള്ളവർ ദൈവാത്മാവിനാൽ നിറയണം. സത്യത്തിൽ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ വീട് നിറയ്ക്കുന്ന കർത്താവ്, വീട്ടിൽ ഉള്ളവരെ നിറയ്ക്കുന്ന കർത്താവ്. ഇനി അത് തന്നെ 22 പാർട്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ൽ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ നിറവിന്റെ
അനുഭവങ്ങൾ 22 എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണ് എഴുതിയത് എന്നറിഞ്ഞാൽ അതിന്റെ വലുപ്പം നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മാത്രം 2 നിറവിന്റെ 22 അനുഗ്രഹങ്ങൾ കാണാം, അല്ലെങ്കിൽ അനുഭവങ്ങൾ കാണാം. 22 എക്സ്പീരിയൻസസ് recorded in Acts chapter 2. ആമേൻ. അത്ര വലിയ തോതിലാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. അതിന് ആഗ്രഹമുള്ളവർ എത്ര പേരോട് വന്നിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ ഉറക്കെ പറയാം. ഇനി നമുക്ക് ഒന്നുകൂടെ അത് വായിക്കാം. പ്രൈസ്. എല്ലാവരും ഒന്ന് എടുത്താട്ടെ. എല്ലാവരും അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ച്. പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഞാൻ വീടുകളുടെ നമ്മുടെ ഭാഷ പറഞ്ഞ പ്രതിഷ്ഠ, വീടുകൾ പ്രതിഷ്ഠയല്ല വേണ്ടത് കേട്ടോ. അതിന്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കാൻ വിളിക്കുമല്ലോ. അങ്ങനെ 27 റൂമുള്ളൊരു വീട് പ്രാർത്ഥിക്കാനായി എന്നെ ക്ഷണിച്ചു. അവിടെ ചെന്നു. 27 റൂമിൽ ഞാൻ കയറി. നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ. ഇന്നുള്ളതിൽ ഏറ്റവും വലിയ കെട്ടിടം ഏതാണ്? ദുബായിലുള്ള ഒരു കെട്ടിടമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ആ കെട്ടിടത്തിന്റെ മുകൾ വരെ ഞാൻ ചെന്നു. ചെല്ലാവുന്ന മുകൾ വരെ 3 പാർട്ടാണ്. 2ാമത്തെ പാർട്ടിന്റെ മുകളിൽ ഏറ്റവും അറ്റത്ത് വരെ ചെന്നു. 3ാമത്തെ പാർട്ടിലേക്ക് കയറ്റില്ല. അത് അവരുടെ നിയമമാണ്. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ വരുന്ന കാര്യം, അങ്ങനെയുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അതെല്ലാം ഭൗതിക വസ്തുക്കൾ കൊണ്ടുള്ള നിറവാണ്. ഞാൻ പറഞ്ഞ കാര്യം കേട്ടില്ല. ഭൗതിക വസ്തുക്കൾ കൊണ്ടുള്ള നിറവാണ്. മൈസൂർ പാലസ് എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു വലിയ നിറവാ. അത് ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിറവാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ വീട് ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല നിറച്ചത്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞത്. അതിൽ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അപ്പൊ ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിറയുന്നത് അവനവന്റെ കാശനുസരിച്ച, അവനവന്റെ പ്രൗഢി അനുസരിച്ച, അവനവന്റെ ആഗ്രഹം അനുസരിച്ച. ഇതല്ല. ഇത് നിത്യതയോളം നമ്മളെ സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വീട്ടിൽ നിറയണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് കരമുയർത്തി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, എന്റെ വീട്ടിൽ നിറയേണ്ടത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ഗോഡ്. അത് നിത്യതയോളം കൂട്ടുള്ള വലിയ കൂട്ടുകാരനാണ് പരിശുദ്ധാത്മാവ്. വിട്ടുപിരിയാതെ നമ്മോട് ബന്ധപ്പെടുന്ന, സംസാരിക്കുന്ന, നടത്തുന്ന, കാര്യങ്ങൾക്ക് ആലോചന തരുന്ന, എല്ലാത്തിനും വ്യക്തമായി മുന്നറിവ് തരുന്ന പ്രൈസ് ദി ലോർഡ് ദൈവാത്മാവാണ് എന്റെ വീട്ടിൽ നിറയേണ്ടത് എന്നുള്ളവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവമേ, ഞങ്ങളുടെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞു കാണാൻ ദൈവം ഇടയാക്കണം. ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വർഗീസ് എം തിമോത്തി പാസ്റ്റർ ഒരു വാക്ക്, നമ്മുടെ വീടുകളിലെല്ലാം ഒരു നിറവ് ഈ ക്ലാസ് നടത്തുമ്പോൾ തന്നെ ആരംഭിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതൊരു വലിയ ഉണർവിന് കാരണമാകും. ദൈവദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. സ്തോത്രം കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാക്കുന്ന ഈ ആലോചനയ്ക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങൾ എല്ലാവരും അത് വ്യക്തിപരമായി നിറയുവാൻ, ഞങ്ങളുടെ ഭവനങ്ങൾ ആത്മീകമായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ട് നിറയുവാൻ അവിടുത്തെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. നിന്റെ വചനത്തിന്റെ ഉപായം ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം കേട്ടവരുടെ മേൽ എല്ലാം ആത്മാവ് വന്നു എന്ന് അവർ ആത്മാവിൽ നിറഞ്ഞവരായി എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രിയില് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഓരോ ഭവനങ്ങളിലും ദൈവാത്മാവിനാൽ നിറവുണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. നിന്റെ ദാസന് വചനം എടുക്കുമ്പോൾ അത് ആവശ്യമായിരിക്കുന്ന നിലയിൽ കർത്താവ് ജനഹൃദയങ്ങളില് അത് വ്യാപരിക്കുവാനോട് ഇടയാക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നത്. സകലവും നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അവിടുത്തെ പരിശുദ്ധ കർമ്മയിലേക്ക് കർത്താവ് ദാസനെ ഏൽപ്പിക്കുന്നു. കർത്താവ് അതിനെ ശ്രദ്ധിക്കുന്ന ഞങ്ങൾ ഏവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാമമഹത്വത്തിനായിട്ട് കർത്താവ് വ്യാപരിക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.
ഇനി ഞാൻ അതിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോ വീട് മുഴുവൻ നിറഞ്ഞു. ഇനി ഒരു കുടിലായാലും മതി, അതും വീടാ അല്ലേ? ഓല ഷെഡായാലും വീടാ. അപ്പോൾ തന്നെ ബുർജ് ഖലീഫ ആയാലും വലിയൊരു കെട്ടിടവും വീടും അത്. ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല പരിശുദ്ധാത്മാവ് നിറവുള്ള വീട്. ആമേൻ. അത് ചെറ്റക്കുടിലായാലും ബുർജ് ഖലീഫ ആയാലും ലോകത്തിലെ എത്ര വലിയ ചെറിയ കെട്ടിടങ്ങളായാലും, ആമേൻ, വെറും ടാർപ്പാള വിരിച്ച് 4 കാലേലുള്ള വീടായാലും അവിടെയും പരിശുദ്ധാത്മാവ് നിറയുമെന്ന് അറിയുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സമ്പത്ത് നോക്കിയിട്ടല്ല നിറയുന്നേ, വലിപ്പം നോക്കിയിട്ടല്ല നിറയുന്നേ, ഇനി വലിയ ചരിത്രം ആ വീടിലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നിറയുന്നേ, മനുഷ്യൻ എന്ന നിലയിലാണ് ആ വീട് നിറയുന്നത് എന്നറിഞ്ഞിരിക്കണം. മനുഷ്യൻ എന്ന നിലയിലാണ് ആ വീട് നിറയുന്നത്. നമ്മെ ദൈവത്തിന്റെ ഛായയിൽ നിർമ്മിച്ചു എന്നതുകൊണ്ട് നാം വസിക്കുന്ന കൂടാരം നിറയ്ക്കണമെന്നാണ് എന്റെ ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കാനുള്ള അന്തരീക്ഷം 10 ദിവസങ്ങൾ കൊണ്ട് അവിടെ വാർത്തെടുത്തിരിക്കുക. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, 10 ദിവസങ്ങൾ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറയാനുള്ള അന്തരീക്ഷം വാർത്തെടുത്തത്. ആമേൻ. അങ്ങനെ സന്തോഷമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് നിറയുവാൻ തക്ക അന്തരീക്ഷം എനിക്കൊന്ന് സൃഷ്ടിച്ചെടുക്കണം, വാർത്തെടുക്കണം, അതൊന്ന് മേക്ക് ചെയ്യണം, ഫോം ചെയ്യണം, രൂപപ്പെടുത്തിയെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കാം, അല്ലേ? 10 ദിവസം അവര് ഇരുന്നു ദൈവസന്നിധി. സൂക്ഷ്മമായിരുന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, കറക്റ്റ് 10 ദിവസമാണ് അവർ കാത്തിരുന്നത്. അത് യേശു പറഞ്ഞിട്ട കാത്തിരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, യേശു പറഞ്ഞിട്ടാണ് കാത്തിരുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വരാൻ ആ നിലയിൽ ഒരു കാത്തിരിപ്പ് ബൈബിൾ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, 2-ാം അധ്യായത്തിൽ പറയുന്ന 10 ദിവസത്തെ കാത്തിരിപ്പ് പറയുന്നില്ല. പക്ഷെ ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ചാൽ സംഗതി അവിടെ വരും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ചാൽ അവിടെ നിറവ് വരിക. ഇതിന് നമുക്ക് നല്ലൊരു ഭാഷ പറയാം മലയാളത്തിൽ. ലളിതമായി പറഞ്ഞാൽ എന്താ? ഇടം നൽകുക എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവിന് ഇടം നൽകിയാൽ പരിശുദ്ധാത്മാവോട് വരികയായി. അപ്പൊ നമ്മുടെ വീടുകളിൽ നിറയാനുള്ള ഇടം. ആമേൻ. അലമാര വെക്കാനുള്ള ഇടമുണ്ട്, കട്ടിലിടാനുള്ള ഇടമുണ്ട്, മേശയ്ക്ക് കസേരയ്ക്കൊക്കെ ഇടമുണ്ട്, പിന്നെ നമ്മുടെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുവയ്ക്കാനുള്ള ഇടമുണ്ട്. പക്ഷെ ഇത് ആ ഇടമല്ല ഇവിടെ വേണ്ടത്. പരിശുദ്ധാത്മാവ് വീട്ടിൽ നിറയാനുള്ള ഇടം സൃഷ്ടിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എങ്കിൽ നിങ്ങളുടെ കൈകൾ മലർത്തി പിടിച്ച് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ശാന്തമായി പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ വീട് മുഴുവൻ നിറയാൻ തക്ക ഇടമുണ്ടാക്കുന്ന ഒരു മനസ്സ്, പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഇടം ഉണ്ടാകണമെന്ന മനസ്സ് ഞങ്ങൾക്ക് വേണം. ഇടം ഉണ്ടാക്കണം, അതിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇടം ഉണ്ടാക്കാൻ തയ്യാറാണ് കർത്താവ്. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അജി പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ വീടുകളിൽ പരിശുദ്ധാത്മാവിന് ഇടമുണ്ടാക്കുന്ന ഒരു മാനസാന്തര തലം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? വലിയ മാറ്റത്തിന്റെ ഒരു തലം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാം അജി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കൂടാരങ്ങളിൽ കർത്താവ് ഒരു വലിയ നിറവുണ്ടാകുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളിൽ കർത്താവ് ഒരു വലിയ ഉണർവ്, കർത്താവ് ഒരു നിറവ് ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവ്. നിറവിന് വേണ്ടി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, ഇന്ന് രാത്രിയിൽ വലിയ നിറവിലേക്ക് ഞങ്ങൾ കർത്താവ് കടന്നു വരുവാൻ സ്വർഗം സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി നമുക്ക് ഒന്നുകൂടെ 4-ാം വാക്യം ഒന്ന് വായിക്കാം.
ഒന്ന് വായിച്ചു നോക്കി 4-ാം വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി. ആ വാക്യം ഒന്ന് ചിന്തിക്കാം നമുക്ക് കേട്ടോ. 2-ാം വാക്യവും 4-ാം വാക്യവും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് നോക്കി നിങ്ങൾ. 2-ാം വാക്യത്തിൽ വീട് മുഴുവനും നിറഞ്ഞു. ഇപ്പോൾ 4-ാം വാക്യത്തിൽ വീട്ടിലിരിക്കുന്ന എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ്. ആമേൻ. അപ്പൊ വീട് നിറയുക, വീട്ടിലിരിക്കുന്ന എല്ലാവരും നിറയുക. അതിനാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. വീട് നിറഞ്ഞാ പോരാ, അതുകൊണ്ട് കാര്യമായിട്ടില്ല. വീട്ടിലിരിക്കുന്നവരും നിറയണം. ആമേൻ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, വീട് നിറഞ്ഞാ പോരാ. ഒത്തിരി പേരുടെ വീട് നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ ഇരിക്കുന്നവർ നിറയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? പക്ഷെ നമുക്ക് നിറയ്ക്കണം എന്നൊരു ദാഹം ഉണ്ടാകണം. അവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്നത്. എന്റെ വീട് നിറയണം, വീട്ടിലുള്ള എല്ലാവരും നിറയണം. അവിടെയാണ് ഞാൻ ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കേണ്ടത്. പെന്തക്കോസ്ത് നാൾ വരെ 10 ദിവസം ഇരുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ കാത്തിരിക്കാൻ പറഞ്ഞ കാര്യമാണ്. എന്നാൽ നമ്മുടെ വീട് നിറയുകയും വീട്ടിലിരിക്കുന്നവരും നിറയാൻ കാത്തിരിക്കുന്ന അതല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ട് കാര്യങ്ങളാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടോ? ആമേൻ. ആത്മനിറവിന് 20 വാക്യങ്ങളാണ് ബൈബിളിൽ. അതിലേക്ക് തൊടാൻ തുടങ്ങിയാൽ ഷാജിയെ ഇന്ന് തീരില്ല. രാവിലെ 6 മണി വരെ ഇരുന്നാലും ആ 20 ഭാഗം തീരില്ല കേട്ടോ. അത്രയ്ക്ക് മികച്ച പാഠങ്ങളാണ് ഇതെല്ലാം. സ്തോത്രം. നമ്മുടെ തങ്കമ്മ സിസ്റ്ററൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കുന്നത്. എനിക്ക് തോന്നുന്നു തങ്കം പോലെ ചിന്തിച്ചായിരിക്കും അംഗം വെട്ടാനിരിക്കുന്നത്. ഹല്ലേലൂയ അല്ലേ? നിങ്ങളുടെ ചിന്തയിൽ വരട്ടെ, നമുക്കും അത് തങ്കം പോലെ ചിന്തിക്കാം. എന്നിട്ട് നമുക്കൊന്ന് അംഗം വെട്ടാം. തങ്കമില്ലാതെ അംഗം വെട്ടാൻ തങ്കം പോലെ ചിന്തിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള പങ്കം ഒന്ന് മാറ്റാം, അല്ലെ? കന്മഷങ്ങൾ മാറ്റാം, തെറ്റുകൾ മാറ്റാം, കുറ്റങ്ങൾ മാറ്റാം, പ്രഹസനങ്ങൾ മാറ്റാം, പ്രൗഢി ചിന്തിക്കുന്നത് ഒന്ന് മാറ്റാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മുടെ പ്രൗഢമായി ചിന്തിക്കുന്നവരുണ്ട്. അവയൊന്ന് തല്ലിക്കൊല്ലാനും അത് വേരടക്കൊന്ന് പറിച്ചു മാറ്റാനും നിഷ്കളങ്കമായി താഴാനും തയ്യാറുണ്ടെങ്കിൽ ദൈവം പറയുന്ന വലിയ നിറവുകളിലേക്ക് നമ്മെ നയിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാവരും ഒന്നിച്ച് കൈ ഒന്ന് ഉയർത്തി മഹത്വം ദൈവത്തിന് കൊടുത്താട്ടെ. ആമേൻ, ആമേൻ. ഇനി നമുക്ക് 4-ാം വാക്യം ഒന്ന് വായിക്കാം. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 2 പഠിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോസ്തലപ്രവൃത്തി 2 പഠിക്കാൻ പോണേ ഉള്ളൂ. അതിനകത്ത് കിടക്കുകയാണ് സമുദ്രം പോലെ വിഷയങ്ങൾ. ഒന്ന് വായിച്ച 4-ാം വാക്യം എല്ലാവരും. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് നിറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. എന്റെ ക്വസ്റ്റ്യനും കൂടിയാണ്, അച്ഛനോ പാസ്റ്ററോ പറയേ നിങ്ങൾ പറയേ എന്ന് പറയുന്നത് ബൈബിളിലെ അന്യഭാഷയല്ല. ഷാജിക്ക് തന്നെ നന്നായിട്ട് അറിയാം. വർഗീസ് എം തിമോത്തി പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കല്ലേ. നമ്മുടെ ഇവിടെ നിങ്ങൾ പറയേ കേട്ടില്ല. അത് മനുഷ്യൻ പറയിപ്പിക്കുന്ന അന്യഭാഷയാണ്. ഇവിടെ അതല്ല വേണ്ടത്. പരിശുദ്ധാത്മാവ് എന്നിൽ തരുന്ന, എന്റെ നാവിൽ വെച്ച് തരുന്ന അന്യഭാഷയാണ് പറയേണ്ടത് എന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. എനിക്കിവിടെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ വലിയ ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ വലിയ കാര്യങ്ങൾ
അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നമുക്ക് വാക്കുകൾ ചുരുക്കാം സമയം അനുസരിച്ച്. ഗ്ലോസാരിയും ഡയലക്ടോസും അപ്പോസ്തല പ്രവൃത്തി 2 ഒന്ന് ലോകത്തിൽ സംസാരിക്കുന്ന ഭാഷകൾ, 2 പരിശുദ്ധാത്മാവ് തന്ന അന്യഭാഷ. ഇത് രണ്ടും അപ്പോസ്തല പ്രവൃത്തി കിടപ്പുണ്ട്. ഇത് രണ്ടും ഗ്രഹിക്കാത്തത് കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വേണ്ടത് എന്താ? ഇത് രണ്ടും വേണം. ലോകത്തിൽ സംസാരിക്കുന്ന ഭാഷകൾ വേണം, പരിശുദ്ധാത്മാവ് നാവിൽ വെച്ചു തരുന്ന അന്യഭാഷയും വേണം. ഇത് രണ്ടും വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞ് കേൾക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ വെച്ചു തരുന്ന അന്യഭാഷ വേണം, അത് വേറെ. ലോകത്തിൽ സംസാരിക്കുന്ന ഭാഷകൾ നമ്മുടെ തമ്മിലുള്ള സംഭാഷണത്തിന് ആവശ്യമാണ്. അപ്പൊ ദൈവവും നമ്മളും തമ്മിൽ സംസാരിക്കുന്നതിന് അന്യഭാഷ വേണം. ദൈവവും നമ്മളും തമ്മിൽ സംസാരിക്കാൻ ലോകഭാഷയും വേണം. ഇത് രണ്ടും ദൈവമായി സംസാരിക്കാൻ വേണം. പക്ഷെ അന്യഭാഷ നാട്ടുകാരും വീട്ടുകാരുമായി സംസാരിക്കാൻ ആവശ്യമില്ല. ആമേൻ. അന്യഭാഷ നാട്ടുകാരും വീട്ടുകാരുമായി നമുക്ക് സംസാരിക്കാൻ ആവശ്യമില്ല. ഇതറിയുന്നവർ എത്ര പേരുണ്ട്? ഇപ്പൊ കർത്താവൻ ഷാജിയോട് ഞാൻ അന്യഭാഷ പറയാൻ പോവാ, പരിശുദ്ധാത്മാവ് വെച്ച് തന്ന അന്യഭാഷ. അപ്പൊ ഷാജിക്ക് അത് അറിയില്ല. ഷാജിക്ക് അത് അറിയണമെങ്കിൽ വ്യാഖ്യാനവരം കിട്ടണം. നിങ്ങൾ ആ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. വ്യാഖ്യാനവരം കിട്ടണം. അതെല്ലാവർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരുമായി സംസാരിക്കണമെങ്കിൽ നമുക്ക് ലോകത്തിലെ ഭാഷകൾ വേണം. അതും 2-ാം അധ്യായത്തിൽ കാണാം. എന്നാൽ ദൈവം നമ്മളുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് വെച്ചു തരുന്ന അന്യഭാഷ വേണം. എങ്കിൽ ഇവിടെ വലിയൊരു തിയറി വന്നില്ലേ? സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള ഭാഷ വേറെ, ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഭാഷ വേറെ. 2 റിലേഷൻ നിലനിർത്തുന്ന നിറവാണ് ഇവിടെ കാണുന്നത് എന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? 2 വിധ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഭാഷകൾ. നിങ്ങൾ ഒന്നൊന്ന് പറഞ്ഞു നോക്കിയേ. 2 വിധ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഭാഷകൾ. ഒരു ബന്ധം ഏതാണ്? ഇപ്പൊ കർത്താവദാസൻ ഷാജി ഉണ്ട്, കർത്താവദാസൻ വർഗീസ് തിമത്തി ഉണ്ട്, പിന്നെ പാട്ടുകാരനായ ജോസഫ് ഉണ്ട്. ഞാൻ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഞങ്ങൾ തമ്മിൽ അറിയുന്ന ഭാഷയാ. മലയാളം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്നായി അറിയില്ല. കാലത്രയങ്ങൾ തിരുമുല്ല ത്രികാലവേദിയായ നമ്മുടെ കർത്താവിന്റെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അവര് തന്നെ പറയും, എന്റെ സാറെ വിഷമിക്കുക, ഇതൊക്കെ ഇനി പറഞ്ഞു പഠിച്ചു വരണ്ടേ. അപ്പൊ മലയാളം നമുക്ക് നന്നായി അറിയില്ല. അറിയുന്ന രീതിയിൽ ബന്ധപ്പെടാൻ പറ്റും, നമുക്ക് തമ്മിൽ അറിയുന്ന രീതിയിൽ ബന്ധപ്പെടാം. പക്ഷേ അന്യഭാഷ എന്ന് പറയുന്നത് സ്വർഗീയ ബന്ധമാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ കോസ്മോസ് റിലേഷൻ, ലോകമായിട്ടുള്ള ബന്ധത്തിൽ, ലോക ജനതയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ലോകത്തിലെ ഭാഷകളാണ്. എന്നാൽ സ്വർഗമായിട്ടുള്ള ബന്ധത്തിൽ സ്വർഗം നമുക്ക് നൽകുന്ന ഭാഷകൾ വേണം. ഈ 2 അനുഭവങ്ങൾക്ക് ഞങ്ങൾ പാത്രീഭൂതരായി തീരണം. ഞങ്ങളുടെ ചരിത്രം നന്നായി വരണം, അതിനുള്ളൊരു നിറവ് ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് കൈ ഉയർത്തിയോ കൈയടിച്ചോ, അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ഒരു പാട്ടിന്റെ 2 വരി നമുക്ക് പാടാം. എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടിന്റെ 2 വരി. ആത്മാവിനാലെ നിറച്ചു. അജി ആ പാട്ട് ഒന്ന് പാടിയാട്ടെ, അറിയാമല്ലോ. 2 വരി വേഗം ഒന്ന് പാടിയാട്ടെ, നമുക്ക് ഒന്നിച്ച് കൈയടിച്ച് പാടാം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നമ്മുടെ ഡിവൈസ് 25 25 ഡിവൈസിലുള്ളവരും അന്തസ്സായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കൈകളടിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വാക്കൊന്ന് പാടിയാട്ടെ. പാടാം വേഗം. സൗണ്ട് വന്നില്ല. സൗണ്ട് വന്നില്ല ജി. സൗണ്ട് വന്നില്ല.
ഞാൻ പാടാം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. എന്നുള്ളമേ സ്തുതിക്കണേ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേയാണ് ദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം, എന്നന്തരംഗമേയാനോ ദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്, ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്, അവർക്കും ഇത് അറിയണ്ടേ, അവർ അനുഗ്രഹിക്കപ്പെടണ്ടേ. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 സ്ഥലത്താണ് നിറവ്. അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടത് 2 ഇടങ്ങളിലാണ്. ഒന്ന് വീട്, 2 വീട്ടിലുള്ളവർ നിറഞ്ഞു. 2 വിധ ഭാഷകളിലാണ് പിന്നെ നിറവിന്റെ അനുഭവങ്ങൾ. അതിലൊന്ന് ലോകത്തിലെ ജനതയോട് സംസാരിക്കാനുള്ള ഭാഷകൾ, 2 ദൈവത്തോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷ. മനസ്സിലായോ? ലോകത്തോട് സംസാരിക്കാൻ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാരൊക്കെ കാണുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഏത് സ്ഥലത്ത് ജനിക്കുന്നോ അതത് ഭാഷ ലഭിക്കുന്നുണ്ട്. അതൊക്കെ സാഹചര്യം അനുസരിച്ച് കിട്ടുന്ന ഭാഷയാണ്, അതത് സാഹചര്യം. ഇതല്ല, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നാവിൽ വെച്ചു തരുന്ന ഭാഷ. അത് അച്ഛന്മാരും പാസ്റ്റർമാരും വെച്ചു തരുന്നതല്ല, പറയിപ്പിച്ച് തരുന്നതല്ല എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണേ. ക്രിസ്തുവിനോട് അപ്പോ വിൻസെന്റ് തിമത്തി പാസ്റ്റർക്ക് ചോദിക്കും, തോമസ് പാസ്റ്റർ പെന്തക്കോസ്തിലല്ലേ എന്ന്. ക്രിസ്തുവിനോട് എന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കേട്ടോ, വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ബന്ധമുള്ളതാണ്, നല്ല അടുത്തറിയുന്നവരാണ്. ഞാൻ തുറന്നു പറയട്ടെ, ഇന്നും പെന്തക്കോസ്റ്റിൽ നിൽക്കുന്ന ബ്രദറുകാരനാണ് ഞാൻ. എത്ര പേർക്ക് മനസ്സിലായി? പെന്തക്കോസ്റ്റിൽ നിൽക്കുന്ന ബ്രദറുകാരനാണ്, അഥവാ അന്യഭാഷ പറയുന്ന നമ്പർ 1 ബ്രദറുകാരനാണ് ഞാൻ. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരും അന്യഭാഷ പോയോ? അന്യഭാഷ പറയുന്ന നമ്പർ 1 ബ്രദറുകാരൻ. ബ്രദർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സഹോദരൻ. ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ പറഞ്ഞത്, അത് മനസ്സിലാക്കാതെ പോയി എല്ലാവരും. ക്രിസ്തുവിനോട് അന്യഭാഷ പറയുന്ന നിങ്ങളുടെ സഹോദരനാണെന്ന് ഞാൻ പറഞ്ഞേ. ലോകത്തിലെ 4 ബ്രദർ അസംബ്ലിയിലെ മെമ്പർ ആണെന്നല്ല പറഞ്ഞേ, 4 ടൈപ്പ് ബ്രദർ അസംബ്ലിയാണുള്ളത്, അതിലെ മെമ്പർ ആണെന്നല്ല ഞാൻ പറഞ്ഞേ. അന്യഭാഷ പറയുന്ന നമ്പർ 1 ബ്രദറുകാരനാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഷ മനസ്സിലായി, പ്രയോഗം പിടികിട്ടി വിചാരിക്കും. ഇനി നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായ ചോദ്യം ചോദിക്കുക, എന്നും അന്യഭാഷയിൽ സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് നൽകി സംസാരിക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. ബൈബിൾ പറഞ്ഞ എങ്ങനെയാ? പരിശുദ്ധാത്മാവ് നൽകി സംസാരിക്കുക. ഒരു ഹല്ലേലൂയ ഉറക്കം പറയാൻ നമുക്കല്ലേ. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ വെച്ച് തന്ന് സംസാരിക്കുക. പ്രൈസ് ഗോഡ്. നമ്മുടെ കൈകൾ ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞ സന്തോഷമായിരുന്നു. നിങ്ങളെല്ലാവരും കാണാൻ കഴിയുമെങ്കിൽ സന്തോഷമായിരുന്നു. ആമേൻ. തിരിച്ചു വരട്ടെ. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്നിച്ചൊന്ന് വരാം. 2ഉം 4ഉം വാക്യങ്ങൾ മാത്രമാണ് ഇപ്പൊ വായിച്ചത്. അത് തന്നെ ഒന്ന് വീണ്ടും വായിപ്പാൻ ഓർപ്പിക്കുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ ഭാഗത്ത് നിന്ന് ഇന്ന് ഇറങ്ങിയിട്ടുള്ള കൾട്ടുകൾ എന്താണ് എന്റെ കാര്യം കൂടെ ഓർപ്പിക്കണം. സത്യം അറിയണ്ടല്ലേ? അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരെയും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശ്രദ്ധ ഒന്നുകൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ലായിരിക്കും.
ഇഷ്ടംപോലെ പ്രസംഗം കേട്ടിട്ടുണ്ട്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ റോസിലി ആന്റി വായിക്കുമ്പോൾ ഞാൻ നിർത്തി പറയാം. ആ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബൈബിളിൽ നോക്കണം. മഹാരാജാവിന്റെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. ആ പുസ്തകത്തോട് നമുക്ക് അത്രയും ബഹുമാനം വേണം. മഹാരാജാവിനോടുള്ള ബഹുമാനമാണ് ബുക്കിനോട് വേണ്ടത് കേട്ടോ. നമുക്കിനി വായിക്കാം. വായിച്ചാട്ടെ റോസി സിസ്റ്ററെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. മതി, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. മതി. ഇപ്പൊ വായിച്ചൊന്ന് വായിച്ച എല്ലാവരും. ഇപ്പൊ വായിച്ചത് അഗ്നി വായിച്ചാട്ട് സിസ്റ്ററെ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. മതി. ആ വാക്യം എല്ലാവരും ഒന്ന് പറഞ്ഞേ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ്. ഇവിടെ അഗ്നി വന്നിട്ടുണ്ടോ എന്ന് എന്റെ ചോദ്യം. ആരും കൂടി ഇല്ലയോ? പെന്തക്കോസ്ത് നാളിൽ അഗ്നി ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. എന്റെ കയ്യിൽ ആകെ 106 ബൈബിളേ ഉള്ളൂ, പല തർജ്ജമകളായിട്ട്. ഈ 106 എണ്ണത്തിൽ ഞാൻ വായിച്ചിട്ട് ഹീബ്രു ഉണ്ട്, ഇവിടെ ഗ്രീക്ക് ഉണ്ട്, നിരവധി ഭാഷകളുടെ ബൈബിളുണ്ട്. ഇതിലൊന്നിലും ഞാൻ കണ്ടില്ല അഗ്നി ഇറങ്ങിയ കാര്യം. എല്ലാവരും കൂടി ഉണ്ടല്ലോ അല്ലേ? അഗ്നിജ്വാല പോലെ ഇറങ്ങിയെന്ന, അഗ്നിജ്വാല പോലെ. സ്തോത്രം. അഗ്നി ഇറങ്ങിയെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇല്ലവേയില്ല. അജി ജോസഫ് ഞെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഏതോ ഒരു വലിയ ഹിരോഷിമ വീണ പോലെയാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ് കണ്ടത്. അതിന് കാരണമുണ്ട്. അഗ്നി ഇറക്കാൻ വേണ്ടി പാടി ആടി ഓടി തളർന്ന് കാണുമായിരിക്കും പാവം. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. 2-ാം അധ്യായത്തിൽ അഗ്നി ഇറങ്ങിയിട്ടില്ല എന്നറിയുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ബൈബിളിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കണം. 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ അഗ്നി ഇറങ്ങിയിട്ടില്ല. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കണ്ടതേ ഉള്ളൂ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളെ കണ്ട്. മത്തായി സുവിശേഷം ഒന്ന് എടുത്തേ നിങ്ങൾ എല്ലാവരും. 3-ാം അധ്യായം. നിങ്ങളോട് ഒരുമിച്ച് ഞാനിവിടെ ബൈബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. നമുക്ക് ഒന്നിച്ചാണ് പഠിക്കേണ്ടത്. 3-ാം അധ്യായം എടുത്താട്ടെ, അതിന്റെ 16-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ റോസിനി. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. പ്രാവ് വന്നു എന്ന് പറയൂ. എന്താ ജി പ്രാവ് വന്നെന്ന് പറയൂ? നമ്മള് ഒരിക്കലുമില്ല. പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് പ്രാവാണെന്ന് പറയൂ. അപ്പൊ പോലെ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ നിന്ന് പഠിക്കാനുണ്ട്. വലിയൊരു പാഠഭാഗമാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അഗ്നി ഇറങ്ങി എന്ന് പറഞ്ഞ് എല്ലാവരും അഗ്നി ഇറക്കാൻ നടക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അഗ്നി ഇറങ്ങിയ ചരിത്രമില്ല എന്നത് കൃത്യമായി മനസ്സിലാക്കുക. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയത് അഗ്നിയല്ല, അഗ്നി പോലെയുള്ള നാവുകൾ പ്രത്യക്ഷമായതാണ്. ആമേൻ. സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് എന്നോടുകൂടെ ആമേൻ പറയാം. ദൈവവചനത്തിൽ ഉള്ളത് കേൾക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചല്ലേ പറയാം കേട്ടോ. അതൊരു സന്തോഷത്തോടെ വാർത്ത ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്. മത്തായി, എല്ലാവരും ശ്രദ്ധിക്കാം. 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നിർത്തി വായിച്ചാട്ടെ. യേശു സ്നാനമേറ്റ ഉടനെ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ രംഗം നമുക്കറിയാം. യോർദാനിലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. അപ്പോൾ നടന്ന കാര്യം എന്താണ്? വായിക്കാം. വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു.
എന്നത് തെറ്റാണ്. നിർത്തി വായിക്കുന്ന റോസ്ലി. സ്വർഗം എന്നത് തെറ്റാണ്. സ്വർഗങ്ങൾ തുറന്നു എന്നാണ്. ആമേൻ. അതിന്റെ ഗ്രീക്ക് അനുസരിച്ചും പല ഇംഗ്ലീഷ് അർത്ഥങ്ങൾ അനുസരിച്ചും സ്വർഗങ്ങൾ തുറന്നു എന്നാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്നാനമേറ്റപ്പോൾ എന്ത് സംഭവിച്ചു? ഒറിജിനൽ പറയാൻ നമുക്ക് സ്വർഗങ്ങൾ തുറന്നു. ആമേൻ. സ്നാനപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണേ. സ്നാനമേറ്റപ്പോഴേ എന്ത് തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്വർഗങ്ങൾ തുറന്നു. ഇനി വായിച്ച്, സ്വർഗങ്ങൾ തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? സ്വാമി വിവേകാനന്ദന്റെ 7 വോളിയം ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ആ 7 വോളിയം ബുക്കിനകത്ത് വായിച്ചു വന്നപ്പോഴേ ഇതിനൊക്കെ പറയേണ്ട ഒരുപാട് വലിയ മറുപടികളാണ്. പുസ്തകത്തിന്റെ പേജും കാര്യങ്ങളൊക്കെ പറയാൻ ടൈമില്ല. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം പറയാം. അവരുടെ ഈശ്വരൻ പശുവിൽ പ്രത്യക്ഷമായെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈശ്വരൻ, അദ്ദേഹം എഴുതിയിരിക്കുക ക്രിസ്ത്യാനികളുടെ ഈശ്വരൻ പ്രാവിൽ പ്രത്യക്ഷമായെന്ന്. സമ്മതിക്കാൻ പറ്റുമോ? നിങ്ങൾ സമ്മതിക്കുമോ? അവരുടെ ഈശ്വരൻ, വിവേകാനന്ദന്റെ ഈശ്വരൻ പശുവിൽ പ്രത്യക്ഷമായെന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ഈശ്വരൻ പ്രാവിൽ പ്രത്യക്ഷമായെന്നാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ പാഗൻ മതത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി നമ്മളെ കെട്ടിയിടാൻ പറ്റിയതാണ്. അത്ര വലിയ അബദ്ധങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. ജാതീയ മതങ്ങളുടെ വേരിൽ കൊണ്ട് കെട്ടാനുള്ള പിശാചിന്റെ തന്ത്രത്തെ അറിയണം. നമ്മളെ അവിടെ കൊണ്ട് കെട്ടാൻ പാടില്ല. പരിശുദ്ധാത്മാവ് പ്രാവല്ല, പ്രാവ് അവിടെ ഉദാഹരണമാണ്. ആമേൻ. എങ്കിൽ നമുക്ക് അറിയേണ്ട വലിയൊരു കാര്യം, പരിശുദ്ധാത്മാവുമായി നമ്മുടെ ബന്ധം ഇവിടെ കൃത്യമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ, ആ വാക്കിനി വായിക്കും. ഞാൻ പറഞ്ഞു നിർത്തിയത് ഒരു കാര്യത്തിന് വേണ്ടിയാ, നിങ്ങളുടെ ശ്രദ്ധിക്കുക. വായിച്ച്, ഞാനിവിടെ കൃത്യമായി അത് എടുത്തു വെച്ചിരിക്കുക. വായിച്ചാട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് നൽകുന്നത് സംസാരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ബൈബിളിൽ എഴുതിയിരിക്കുക പരിശുദ്ധാത്മാവ് നാവിൽ വചനം വെച്ചു കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. കൃത്യമായി എഴുതിയിട്ടുണ്ട്, നാവിൽ വചനം വെച്ചു കൊടുത്തു. അപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്നത് നാവിൽ ഏറ്റെടുത്ത് ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് നൽകുന്നത്, നാവിൽ നൽകുന്നത് ഏറ്റെടുത്ത് ലോകത്തോട് അറിയിക്കാൻ ആഗ്രഹമുള്ളവർ ദൈവത്തോട് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ദൈവാത്മാവ് ഞാനുമായിട്ടുള്ള റിയൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ മെസ്സേജ് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ള എല്ലാവരും സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ഒന്നിച്ചാരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷ, പരിശുദ്ധാത്മാവ് നൽകുന്ന വചനങ്ങൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന അരുളപ്പാടുകൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന കാഴ്ചകൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന ദർശനങ്ങൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന കവലറികൾ, ഷുരാബാല സിയാരകൾ ഷിയാരകസ്. ഒറ്റ നിറവിൽ വലിയ അനുഭവങ്ങൾ ലോകം അറിയാൻ പോകുകയാണ്. എങ്കിൽ കർത്താവേ, ഞങ്ങൾക്കും ആ വലിയ നിറവ് വേണമെന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ അകത്തുണ്ടാകേണ്ടത് എന്താണ്? ദൈവാത്മാവ് നിറയുക, എന്റെ വീട്ടിൽ നിറയുക. അത് പോരാതെ, വീട്ടിൽ നിറയുന്നത് കൂടാതെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരിലും നിറയുക. അതുകൂടാതെ പരിശുദ്ധാത്മാവ് വെച്ചു തരുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക, ലോകത്തോട് സംസാരിക്കുക. ഒന്നിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. വിലപ്പെട്ട വലിയൊരു സന്ദർഭം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കേൾവി നിമിത്തം നമ്മുടെ ജീവിത ചരിത്രം വഴിമാറണം. മറ്റൊരു പുതിയ ചരിത്രം, ഒരു പുതിയ അധ്യായം, പുതിയ ജീവിത ചരിത്രം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിനോട് കൂടെ ആരംഭിക്കുക. പരിശുദ്ധാത്മാവ് നൽകുന്നത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. പരിശുദ്ധാത്മാവ് നൽകുന്നത് വീട്ടിൽ അറിയിക്കേണ്ടത്, ലോകത്തോട് അറിയിക്കേണ്ടത് എന്തെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യുക. ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ.
ഉടമനാരക ഷൈൻഡി കൈൻഡിലേ തുനൈസി ഓ റിബിഖവാസിയാർ. ദൈവാത്മാവിനാൽ എന്റെ ചരിത്രം നിയന്ത്രിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ എന്റെ ചരിത്രം മുഴുവൻ നിയന്ത്രിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. തെറ്റിദ്ധരിക്കല്ലേ, നേതാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ചരിത്രമായി വഷളായിക്കൊണ്ടിരിക്കുന്ന അതൊന്നും മാറണം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വചനങ്ങൾ, അരുളപ്പാടുകൾ, കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ, അന്യഭാഷകൾ, അതിന്റെ പുറകിലുള്ള വലിയ നേട്ടങ്ങൾ ലഭിക്കണമെന്ന് കൊതിയുള്ളവരെല്ലാം ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാ ഞാൻ ആ ഭാഗം മാറാം. നമുക്ക് എല്ലാവർക്കും 5-ാം വാക്യം ഒന്ന് എടുക്കാം. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അന്ന് ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഒരു വാക്ക് ശ്രദ്ധിക്കണേ. And there were dwelling at Jerusalem Jews, devout men out of every nation under heaven. സ്വർഗത്തിന്റെ കീഴിലുള്ള സകല രാഷ്ട്രങ്ങളിൽ നിന്നും ഭക്തന്മാരായ യഹൂദന്മാർ വന്നിരുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വർഗത്തിന്റെ കീഴിലുള്ള സകല രാഷ്ട്രങ്ങളിൽ നിന്നും ഭക്തന്മാരായ യഹൂദന്മാരുണ്ടായിരുന്നു. ഈ ചരിത്രം നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ എന്റെ കയ്യിൽ മണിക്കൂറുകൾ വേണം. ഈ ഒറ്റ വാക്യത്തിന്റെ ചരിത്രം പഠിപ്പിക്കണമെങ്കിൽ. സ്തോത്രം. അപ്പൊ അത്രയ്ക്ക് വലിയൊരു കളക്ഷനാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ആത്മനിറവിന്റെ സമയത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആത്മനിറവിന്റെ പുറകിൽ ആയിരങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുണ്ട്. ദൈവത്തിന് വലിയ പദ്ധതികൾ ആരംഭിക്കാനുണ്ട്. എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ മീറ്റിംഗിൽ ആത്മനിറവിനാൽ വലിയ പ്രൊജക്റ്റുകൾ ദൈവാത്മാവ് നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ചൊന്ന് കൈയടിച്ച് ആരാധിക്കാമോ? ഒന്നിച്ച് കരമടിച്ച് ആരാധിക്കാൻ കഴിയുമോ നമുക്ക്? ആത്മനിറവിനാൽ ദിമാനാബാലക ഷൈഡല ബക്കട ബക്കദല ഉഷ് വിജണ്ടൽ പ്രൈൻഡിവി കൈജഷിയാർക്കസ്. നമ്മുടെ ഹിസ്റ്ററിയിൽ വലിയ മാറ്റം വരുന്ന ദിവസമായി തീരട്ടെ. നമ്മുടെ സ്പിരിച്വൽ ഹിസ്റ്ററിയിൽ, നമ്മുടെ എർത്തിലെ ഹിസ്റ്ററിയിൽ, ഹെവൻ റിലേഷൻഷിപ്പ് നിവർത്തിയാകേണ്ട ഒരുപാട് പദ്ധതികളുണ്ട്. അതിലേക്കുള്ള നിറവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമുക്കിന്ന് ലഭിക്കണമെന്ന് താല്പര്യമുള്ളവരെല്ലാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അനേകരെ നമുക്ക് ലഭിക്കുന്ന നിറവിനാൽ ദൈവരാജ്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന പദ്ധതിയായി ഇത് തീരണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവരാജ്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന പദ്ധതിയായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച. ഇതൊരു ചെറിയ പ്രൊജക്റ്റ് അല്ല ഇന്ന് കേൾക്കുന്നത്. ഇന്നൊരു കൊച്ചു പ്രൊജക്റ്റ് അല്ല, വിലപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തലാരക ഷൈജഷ്. ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്നെന്ന് പറയാമോ? എന്റെ ദൈവത്തിന്റെ